ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുള്ളൊരു കറിയാണ്. കിളുത്ത അണ്ടിപ്പരിപ്പിൻ്റെ ഇത് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ അണ്ടിയാണ് ഞാൻ ഈ കോലത്തിലാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 10 ദിവസത്തിനുള്ളിൽ ഇത് കിളുത്ത് വന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മണ്ണിലിട്ട് വെച്ച് രാവിലെ വൈകുന്നേരം വെള്ളം ഒഴിച്ചിട്ട് 10 ദിവസത്തിനുള്ളിൽ ഈ കോലത്തിലായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഒന്നും കിളുത്തിട്ടില്ല, കുറച്ചൊക്കെ ഇതാ ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് കഴുകി കീറിയെടുത്ത് അതിൻ്റെ പരിപ്പെടുത്തിട്ട് വരാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ LS ഫാമിലി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് നന്നായിട്ട് തന്നെ കഴുകി ഇച്ചിരി നന്നായിട്ട് പൊടിയുള്ളതുകൊണ്ട് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു തുണിയിൽ വെച്ചിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ണിലോ മുഖത്തോ ഒന്നും തെറിക്കാത്ത വിധത്തിൽ വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഇതുപോലെ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ചൂട് കഞ്ഞിവെള്ളത്തിലോ ഇട്ട് വയ്ക്കുക, അതിൻ്റെ കറയൊക്കെ പോകാനാണ്. ഇങ്ങനെ തന്നെ അണ്ടിപ്പരിപ്പ് വേണമെന്നില്ല കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് ഇങ്ങനെ തോലോടെയുള്ള അണ്ടിപ്പരിപ്പ് വാങ്ങാൻ കിട്ടും. അപ്പം അങ്ങനത്തെ വാങ്ങിയിട്ടായാലും വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമുക്ക് ഇതുപോലെ കറി വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊളിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കണം, എന്നാലേ അതിൻ്റെ ആ ചൊനയൊക്കെ പോവുള്ളൂ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് പൊളിച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ചെറിയ ബൗളിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 2 ടീസ്പൂൺ അരി എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറ് വെക്കുന്ന ഏതരിയായാലും കുഴപ്പമില്ല, കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാകുമ്പം തീ ഓഫ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തതും, ഒരു 10 ചെറിയ ഉള്ളി 2ആയി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് നടുകെ കീറിയതും, ഒരു 6 അല്ലി വെളുത്തുള്ളി നടുകെ കീറിയതും, ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല തിളച്ച കഞ്ഞിവെള്ളത്തിലാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു വേവായിട്ടുണ്ട് അതിന്. പിന്നെ കുക്കറിൽ വേണമെങ്കിലും ഇട്ട് വേവിക്കാം കേട്ടോ. പക്ഷെ അത്ര നമ്മൾ ഇങ്ങനെ ആക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി അതും കൂടെ ചേർത്തൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങളിപ്പോൾ കുക്കറിലാണ് ഇടുന്നെങ്കിൽ ഒറ്റൊരു വിസിലേ അടുപ്പിക്കാവുള്ളൂ. അതിനുശേഷം തിളപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ അണ്ടിപ്പരിപ്പിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ടാണ്. ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് നമുക്ക് വറുത്തിട്ടാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാഷ്യൂനട്ടിൻ്റെ കൂടെ നമുക്ക് വേവിക്കാനിടുന്ന സമയത്ത് ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ചക്കക്കുരുവോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ കാഷ്യൂനട്ട് തന്നെ ഇടണമെന്നില്ല കേട്ടോ. ഇപ്പോൾ നോൺ വെജൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നോൺ വെജ് കഴിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് ഏകദേശം ഒരു കുറുകിയൊരു ടൈപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. വറുത്തിടാനായിട്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകും ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് താളിച്ച് കൊടുക്കാം. അപ്പോൾ LS ഫാമിലി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.